നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരുന്നു അതാണ്. അർജുനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം അത് ഇന്നെങ്കിലും ലഭിക്കുമോ, 9ാം ദിവസമായ ഇന്നും ലഭിക്കുമോ എന്ന്. നമുക്കൊപ്പം അവിടെ നിന്നും കെ ബി ശ്രീധരനും കെ മധുവും ചേർന്നുണ്ടായിരുന്ന വിവരങ്ങളുമായി. മധുവിലേക്ക് പോവുകയാണ് നമ്മൾ വീണ്ടും. കെ മധു, നമ്മൾ പറഞ്ഞു പ്രകൃതിയും മനുഷ്യനും മുഖാമുഖം നിൽക്കുന്ന ഒരു ദുരന്ത ഭൂമിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു നിശബ്ദതയും മൂകതയും ഒപ്പം ഭീതിയും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ? അതെ മോത്തി, ഒന്നാമത് ജനസാന്ദ്രത നമുക്ക് കേരളവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത വിധം തന്നെ ജനസാന്ദ്രത കുറവാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം ആളുകളൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ബസ് നേരത്തെ കടന്നു പോയിരുന്നു. രാവിലെ ഇപ്പോൾ പോകുന്ന ബസ്സിന് വൈകിട്ട് തിരിച്ചു വരും. അതല്ലാതെ മറ്റൊരു ഗതാഗതവും ഈ ചെറിയ റോട്ടിലൂടെ ഇല്ല. അത് സ്വാഭാവികമായിട്ടും ഒരുപാട് ഗ്രാമങ്ങളെ ചെന്ന് തൊടുന്ന പാതകളാണ് ഇതൊക്കെ. പക്ഷേ അവിടെ ഒരു വിദൂരമായൊരു മേഖല തന്നെയാണ്. ഉത്തരകാനഡ മേഖലയിലെ വളരെ വിദൂരമായൊരു ഗ്രാമീണ മേഖലയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷവും എല്ലായ്പ്പോഴും എല്ലാ മഴക്കാലത്തും ഇത്തരത്തിലുള്ള കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ടാവുന്ന കാലത്തൊക്കെ വലിയ തോതിൽ ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ സംഭവിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 3 പേര് ഏറെക്കുറെ ഇതേ പ്രദേശത്ത് തന്നെ മണ്ണിനടിയിൽ പുതഞ്ഞു പോയ ഒരു ദുരന്തമുണ്ടായിരുന്നു. എല്ലാ കാലത്തും ഈ മേഖലയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അതൊരു ഒരു മണ്ണിടിച്ചിൽ എന്ന ഒരു അളവിനേക്കാളും ഒക്കെ അപ്പുറത്ത് ഒരു വലിയ ഉരുൾപൊട്ടലിനേക്കാൾ ഭീതിതമാവുന്ന വിധത്തിലുള്ള ഒരു മല താഴേക്ക് പതിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. രാഹുൽ നേരത്തെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു കാര്യം. ആ വലിയ തോതിൽ വലിയ വീതിയിൽ ഒഴുകിയിരുന്ന ഒരു പുഴയെ മണ്ണ് വന്ന് നിറച്ച് അതിന് നടുക്കൊരു ദ്വീപുണ്ടാകുന്ന വിധത്തിൽ ഇങ്ങനെയൊക്കെയാണ് പുഴ വഴിമാറി പലപ്പോഴും ഒഴുകിത്തുടങ്ങാറുള്ളത്. പക്ഷേ ഇവിടെ ഇത്രയേറെ വെള്ളം, മഴക്കാലത്തിൻ്റെ വെള്ളം, ഒപ്പം പല നദികളിലൂടെ കടന്നെത്തുന്ന മണ്ണും ചെളിയും ചേറും ഒക്കെ വന്ന് നിറയുകയാണ്. അവിടെയാണ് നമ്മളീ പറഞ്ഞ പോലെ മനുഷ്യൻ പക്ഷേ തൻ്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഒരു സഹജീവിക്ക് വേണ്ടി മറ്റ് 3 സഹജീവികളുടെ കാണാതായ പ്രാണൻ എവിടെ, അവരെങ്ങ് പോയി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ആ അന്വേഷണമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും. ഏതായാലും വല്ലാത്ത, ഞാൻ പറയുന്നത് 3 പേർ കാണാതായി എന്ന് പറയുന്നു. അതിലൊരാളെ ഇന്നലെ കണ്ടെത്തി. അതിൽ ഇനിയിപ്പോൾ 2 പേർ, നമ്മുടെ അർജുൻ ഉൾപ്പെടെ 2 പേരെ കൂടിയാണ് കാണാനുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ താമസിക്കുന്ന ആ പ്രദേശത്ത് നിൽക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ നമ്മളോട് വന്ന് സംസാരിച്ചു. അദ്ദേഹവും ഉറ്റവരെ ഒരാളായിട്ടുള്ള, അതായത് ഇനി കണ്ടെത്താനുള്ളതിൽ ഒരാൾ ശരവണൻ്റെ ബന്ധുവാണ് അവിടെയുള്ളത്. അപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു അർജുൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഇതുപോലെ ശരവണൻ്റെ ബന്ധുക്കൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരും പ്രതീക്ഷയോട് കൂടിയാണ് ചോദിക്കുന്നത്, ഇന്ന് കൃത്യമായിട്ട് എന്തെങ്കിലും കിട്ടുമോ. അവരും പ്രതീക്ഷ മുൻനിർത്തി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നു. അത് കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ 9 ദിവസമായി, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കടമെടുത്ത് പറയുകയാണ്, 9 ദിവസമായി, ഇനിയൊന്ന് അവസാനമായിട്ടെങ്കിലും കാണാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം നിറക്കണ്ണുകളോടെ നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെ അർജുന് വേണ്ടി, ശരവണിന് വേണ്ടി അറിയപ്പെടുന്നത് ഈ 2 പേർ മാത്രമേ ഉള്ളൂ. മധുവേട്ട, അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാൻ, ഇതിനടിയിൽ പെടാനുള്ള ഈ മറുകരയിൽ പോയപ്പോൾ നമ്മൾ കണ്ട ആ കാഴ്ചയുണ്ട്. അടിച്ച് തെറിപ്പിച്ചു പോയ വീടുകൾ, അതിനുള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഡാറ്റയും മോത്തി ഒരിക്കലും പുറത്തു വരില്ല. ആരൊക്കെ കാണാതായവരുടെ പട്ടികയിൽ ഒരുപക്ഷെ ആരൊക്കെ എന്ന് പോലും അറിയില്ല. നമുക്ക് അറിയാവുന്നവരെ വെച്ചുകൊണ്ട് വളരെ ശക്തമായ ചില ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം വിവിധ സർക്കാരുകൾ ഇടപെടുന്നു, വിവിധ തലങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇടപെടുന്നു, മാധ്യമ ഇടപെടലുകൾ ഉണ്ടാവുന്നു. ഇതൊക്കെ കൊണ്ടുകൂടിയ മാത്രമാണ് ഇവിടേക്ക് ഇത്ര വലിയൊരു സംവിധാനം എത്തിയത് എന്ന് തീർച്ചയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എന്ത് ചെയ്യാനാവും എന്ന കാര്യത്തിൽ മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഈ ഭൂമുഖത്ത്. അത്തരമൊരു കാഴ്ചയുടെ നടുക്കാണ് നമ്മളിപ്പോഴത്.